ഹായ്, ഞാനിന്ന് ഉണ്ടാക്കുന്നത് ബട്ടർ ക്രീമി പെപ്പർ ഗാർലിക് പ്രോൺസ് ആണ്. നല്ല ടേസ്റ്റാണ് ഈ കറി. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഫ്രൈഡ് റൈസ് നാണ് ചപ്പാത്തി ഒക്കെ നല്ലതാണ്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് നമുക്ക് ഒരു 100 ഗ്രാം ബട്ടർ ഇടണം. അതിലോട്ട് ഒരു 2 സ്പൂൺ ഫുള്ളായിട്ട് ഗാർലിക് ചോപ്പ് ചെയ്തിടാം. അതും എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം 1 സ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ ചേർക്കാം. ഇതും ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് വാഷ് ചെയ്ത് വെച്ച പ്രോൺസ് ഇടാം. ഇതും ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം ഇതിലോട്ട് 1 സ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും ഇടാം. എന്നിട്ട് അതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഒരു 1/2 കപ്പ് ക്രീം ചേർക്കാം. ക്രീമും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് കൂടുതൽ തിളയ്ക്കേണ്ട. നമുക്ക് കുറച്ച് എല്ലാം കൂടി ഒന്ന് സെറ്റാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിലിട്ടത് പാർസ്ലിയാണ്. പാർസ്ലി ഉണ്ടെങ്കിൽ അതും ഇടാം. ഡ്രൈ പാർസ്ലിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം തീ കുറച്ച് കൂട്ടി വയ്ക്കാം. എന്നിട്ട് 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതും ഒഴിച്ചു കൊടുത്തിട്ട് തീ ഇത്തിരി കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഇളക്കിയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറി. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള പ്രോൺസ് കറി റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് ഒരു തവണയെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. ഇത് നല്ല ടേസ്റ്റാണ്. ഇഷ്ടമാവുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം കേട്ടോ. Thanks for watching.